ഇയാളെപ്പോ വന്നു ചോദിച്ച കേട്ടില്ലേ? ഞാനെപ്പോ വന്നാലും എനിക്കെന്താ ഈ ചായക്കട തന്റെ വകയൊന്നും അല്ലല്ലോ. ഇയാളെന്താ ഉടക്കുന്നേ? വന്നേ, ഇട്ടിച്ചും വിളിക്കുന്നു. വേണ്ട, അന്ന് തന്നോലെ തരാനല്ലേ, ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. വാടാ പന്നി, വാടാ പട്ടി. അച്ഛനെന്താ വിളിക്കുന്നേ? അച്ഛനാ എന്നെ കൊണ്ടുവന്നു, എന്നെ മർദ്ദിക്കാൻ കൊണ്ടുപോണേ, ബലപ്രയോഗം നടത്തുന്നേ, എന്നെ മർദ്ദിക്കുന്നേ. അയ്യോ അയ്യോ, വെറുതെ ഇരുന്ന് എന്നെ പൊക്കിക്കൊണ്ടുപോവാ സാറേ. എന്താടാ ആളെ പൊക്കിക്കൊണ്ടുപോവാൻ? ഗുണ്ടായിസാ? ഇട്ടിച്ചൻ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞിട്ടാ. ആരാണ് നിന്റെ ഇട്ടിച്ചൻ? എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാ സാറേ. ഇവനോട് വന്നാ നിനക്കെന്താ? അങ്ങനെ ചോദിക്കും സാറേ. സാറേ ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇൻസ്പെക്ടർ സാറിന്റെ അടുത്ത് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ അവൻ ചോദിക്കാം ഫയലിൽ തൊടാനുള്ള ധൈര്യം നിന്റെ ഇൻസ്പെക്ടർ കൊണ്ടുപോടാന്ന്. ആണോടാ? സാർ ഞാൻ പറഞ്ഞില്ല. എടാ ഇനി ഇവൻ ആരെങ്കിലും തൊട്ടാ ഞാൻ നിന്നെ ആയിരിക്കും പൊക്കുന്നത്, മനസ്സിലായോ? വളരെ ഉപകാരം സാർ. ആ. സാർ വൈകുന്നേരം വീട്ടിൽ കാണൂ. എന്തിനാണ്? കുറച്ച് കൈക്കൂലി കൊണ്ടുവരാനാ. വാങ്ങിക്കില്ലേ? ഓടാണോ? മതിയോ? ആ മിലിറ്ററി പോലീസിന്റെ ചായക്കട തന്നെ താമസം. ആ SI ഒന്നും ചാടിയില്ലായിരുന്നെങ്കിൽ ഞാനും കൊണ്ടുവന്നേനെ. എന്റെ കയ്യിൽ എത്തിക്കിട്ടിയിരുന്ന വേണ്ട പണി ഞാൻ കൊടുത്തേനെ. ആരോ അവനെ പറഞ്ഞ് പിരികേറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആ മൈവണം കേസ് കൊടുക്കാനുള്ള ധൈര്യം ഒന്നും കാണിക്കില്ല. വർഗീസ് സാറിനെ ആൻഡോയുടെ അടുത്ത് അയച്ചിട്ട് എന്തായി? ഓ, മധ്യസ്ഥത്തിന് അവൻ നിൽക്കത്തില്ലെന്ന്, എല്ലാം വക്കീലുമായിട്ട് മതിയെന്ന്. അയാളൊരു കോടാലിയാണെന്നാ കേട്ടത്. ആ വക്കീലേ, നമ്മൾ കേസ് പറയാൻ പോയാൽ കാശ് പോകത്തേ ഉള്ളൂ. ആ വക്കീലിനെ ഒന്ന് പിടിക്കാൻ എന്താ മാർഗമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അയാളോട്ട് അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അലിസേ, നിന്റെ അപ്പച്ചനോട് പറ വാസുദേവൻ വക്കീലിന് എനിക്ക് പരിചയമുണ്ടെന്ന്. ഒന്ന് വിളിച്ചു ചോദിച്ചു. ഒന്ന് ചോദിച്ചടി. അങ്ങേരെ ചെന്ന് കണ്ട നമുക്ക് കുഴപ്പം വരാത്ത രീതിയിൽ കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കി തരും. എന്റെ ഒരു അടുത്ത കൂട്ടുകാരന്റെ ഭാര്യയുടെ അമ്മാവനാ വക്കീല്. അവര് വഴിയെ വക്കീലിനെ ബന്ധപ്പെടാൻ പറ്റൂ. അല്ല, അതിനു മുമ്പ് അവനെയും ഭാര്യയും ഉണ്ണാൻ വിളിക്കാൻ മറ്റോ വേണ്ടി വരും. ഏതവനായാലും വിളിക്കാൻ പറയടി. ഉണ്ണോ ഉറങ്ങോ ചെയ്യട്ടെ. മാരേജ് കഴിഞ്ഞ പിന്നെ ഇത്രയും നല്ല ലഞ്ച് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ആലീസ് ഇരിക്കുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. വാടി ഇങ്ങോട്ടിരിക്കേ. അമ്മച്ചി, ഇത്തിരി ജീരവെള്ളം കെടുത്തേ. ആ, നീ എന്താ ഒന്നും കഴിക്കാത്ത? ആ ചിക്കൻ എടുത്തേ. കഴിക്കാം. അപ്പച്ചാ, ആ ചിക്കൻ 2 പീസ് എടുത്ത് കൊടുത്തേ. അന്ന് ധൃതി വന്ന് പോയപ്പോ തൊട്ട് ഞാൻ ജോർജ് തൊട്ടിട്ട് പറയുമായിരുന്നു ഒരു ദിവസം ഉണ്ണാൻ വിളിക്കണമെന്ന്. അതെ അതെ. അപ്പച്ചാ, ആ ചറൊന്നെടുത്തേ. അയ്യോ, അവിടെയല്ലേ, ഇവിടെ. കേട്ടോ പ്രകാശ്, അപ്പച്ചൻ ആരെങ്കിലും വിളിച്ച് സൽക്കരിക്കുക എന്നുള്ളത് എന്ത് ഇഷ്ടമുള്ള കാര്യമെന്നോ. എന്നിട്ട് സ്വന്തം കൈ കൊണ്ട് വിളമ്പി കൊടുക്കുക, അത് വലിയ സന്തോഷാ. അന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് അങ്കിള് വലിയ ഗൗരവക്കാരനാണെന്നാ. ഏയ്, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ. എങ്ങനെ വളച്ചടാ നീ ഇങ്ങനെ? വളഞ്ഞു തുടങ്ങണല്ലേ ഉള്ളൂ. എന്നതാ പറയുന്നേ? ഏയ്, ഞങ്ങളെ കേസിന്റെ കാര്യം പറയാ. അതെ അതെ. അപ്പച്ച പ്രകാശന് ചപ്പാത്തി എന്താന്ന് വെച്ചാൽ കൊടുക്കുന്നു. കഴിക്ക്. തീർന്നില്ല, മതി. ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി. ഏതിനുള്ള ഓപ്പറേഷൻസ് വളരെ സൂക്ഷിച്ചു നടത്തും. അയ്യോ, ആർക്കും ഓപ്പറേഷൻ? അയ്യോ, പോട്ടെ. കാര്യങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ അടുത്ത ആഴ്ച നിന്റെ വീതം കിട്ടും. പിന്നെ എന്താ നിന്റെ പരിപാടി? ആദ്യം എന്റെ മറ്റേ അതെ ആദ്യം മറ്റേ ഏത് ലവ് മാരേജ്. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. ആന്റോയ്ക്ക് കാശൊരു പ്രശ്നമല്ല. പിന്നെ നീ ആ കാശെടുത്ത് അനാദിയാക്കി കളയരുത്. ആദ്യം നാട്ടിലെവിടെയുള്ള ഒരു സ്ഥലം വാങ്ങി സ്വന്തമായിട്ടൊരു പെരപണി. നിന്റെ അമ്മച്ചീനെയും കഷ്ടപ്പെടുത്താൻ നോക്കണേ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ചായ? അമ്മച്ചിക്ക് ഞാനും എനിക്ക് അമ്മച്ചി മാത്രമേ ഉള്ളൂ.
തരപ്പെടുമെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഒരു വീട് വെക്കണമെന്നാ എനിക്ക്. നിങ്ങളുടെയൊക്കെ ഒരാളായി ഇവിടെ തന്നെ അങ്ങ് കൂടാൻ പോകാൻ ഞാനും. നല്ല കാര്യമല്ലേ അല്ലേ മിലിറ്ററി? ഓ ഷുവർ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇട്ടിച്ചിന്റെ നേർക്ക് അടുത്തയക്കേണ്ട മിസൈൽ ഏതാണ്? സ്കഡ് വേണോ പാട്രിയറ്റ് വേണോ? ഏതായാലും റെഡി ഫോർ അറ്റാക്ക്. ലീനാമ്മയുടെയും പിള്ളേരുടെയും കാര്യം എന്നും ഇവിടെ അങ്ങനെ കഴിഞ്ഞാൽ എങ്ങനെ? എന്റെ വീട്ടിലോട്ട് അവളെയും കൊണ്ടുപോയാ അവളും പെങ്ങന്മാരും കൂടി ചേരത്തില്ല. ഒരു പുരയിടം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് കിഴക്കോട്ട് മാറിയാ അളിയൻ അവളുടെ വീതം എടുത്തോ, എനിക്ക് കാശായിട്ട് മതി. ഇത്രയും കാലം നീ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്തുവാ കെട്ടിയോളം പിള്ളേരെ ഓർമ്മിക്കാൻ സ്വത്ത് കിട്ടുകയെന്ന് പേടിച്ചാ? അതല്ല, എല്ലാം കൂടി നോക്കി നടത്തി അളിയൻ കുറെ ബുദ്ധിമുട്ടുകയാണല്ലോ എന്ന് വിചാരിച്ച. ആ മനസ്സിലായി മനസ്സിലായി. നിങ്ങളെ കെട്ട് കിടക്കുമ്പോ അവിടെ വേല എഴുതി വെച്ചതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഞാനിടത്ത് തിന്നിട്ടൊന്നുമില്ല. ഇയാളെന്നാ വന്ന് വിളിക്കുന്നേ? ചുമ്മാ. അല്ല വക്കീലന്മാരെ വല്ലതും കണ്ട കാര്യമുണ്ടോ? വക്കീലിന്റെ കുഞ്ചരിയച്ഛൻ വരുമ്പോ പറഞ്ഞേക്കണേടി. അതിപ്പോ എന്ന് വരാനാ? പിള്ളേരുടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇത്രയും കാലം ഒന്നിനെ കുറിച്ച് ഞാൻ ഓർക്കാറില്ലായിരുന്നു. പിള്ളേരെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാൻ മറക്കല്ലേ. പോകാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല. എന്നായാലും അത് വേണ്ടേ? ദീനാമേ, അതാ വിളിക്കുന്നു. പോയിട്ട് വരട്ടെ. ആ മിലിറ്ററി പൗലോസിന്റെ കടയിലോട്ടാ. അവിടെ അപ്പൊ കമ്പനി. ആൻഡോ ഇപ്പൊ അവിടെ ക്യാമ്പ്. അയാളെ കുത്തിപ്പൊക്കി വിട്ടത് പൗലോസും ജോർജ് കുട്ടിയും കൂടി ആണെന്നൊരു സംശയമുണ്ട്. തിരക്കിന്ന് പറഞ്ഞു. ആ പൗലോസിന്റെ ചായക്കടയിലെ ഇരിപ്പ് അത്ര നല്ലതിനല്ല. അതെന്താ? ആയിക്കോലെ, കുഴപ്പമുണ്ടോ? അതല്ല, എനിക്കത് നാണക്കേടാണ്. മനസ്സിലായോ? അല്ല, ഇവിടെ നിന്ന് മടക്കുമ്പോ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങണമല്ലോ എന്ന് കരുതിയാ. അതിന് വേറെ സ്ഥലമൊന്നുമില്ലേ? ശരി, എന്നാ നീ വേറെ എവിടെയും പോയിരിക്കാം. അവളെന്തിയടാ? അകത്തുണ്ട്. വിളിക്ക്. ചെന്ന് വിളിക്കടാ. വിളിച്ച പുള്ളിക്കാരൻ വഴക്ക് പറയും. ഏത് പുള്ളിക്കാരൻ? മുതലാളി ജോ ചീരങ്കണ്ടതെ ചീരകണ്ഠത്തിലെ ജോർജ് കുട്ടി. ആരെങ്കിലും വന്നാ പൊക്കോളാൻ പറയാൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ആഹാ. നാളെ അവളെ നാട്ടിൽ കണ്ടുപോരുത്. വാ. നിങ്ങൾ ഇത് എന്തിനു ഭാവിച്ചോണ്ട്? എന്റെ പൊന്നു സാറന്മാരെ ഒന്ന് പോയി. മോലാളി അറിഞ്ഞ എന്നെ കൊന്നു കളയും. മിണ്ടി പോലത്. ഭാര്യയും കുടുംബോട് ഒരു മനുഷ്യനെ കുറെ കാലമായിട്ട് നീ പിഴിയല്ലേ? നിർത്തിക്കോ. ഇനി ഒരിക്കലും അങ്ങേര് ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞ ഇവിടുത്തെ പുതിയ എസ് ഐ ആരാന്നറിയോ? ഞങ്ങളും പുള്ളിക്കാരും നമ്മൾ ബന്ധം എന്താ അറിയോ? ഞാൻ പോട്ടെ, സൗകര്യം പോലെ വരാം. അച്ചായോ? ആ അല്ല, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണല്ലോ. ഞാൻ പോട്ടെ മോളെ. 8 മണിയായില്ല. അതിനു മുമ്പേ തുടങ്ങി കുപ്പിയായിട്ട് ഗുസ്തി. ഇതെന്നാ പറ്റി? അലിസേ, ഇന്നെന്ത് പറ്റി? പുറത്തേക്കൊന്നും പോയില്ലേ? ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയത്. ആ, നീ ഇതിൽ വെള്ളം ചൂടാക്കി ഒന്ന് കുടിക്കണം. ഭയങ്കര ക്ഷീണം. എവിടെ പോയിരുന്നു? പിന്നെ എവിടെയെങ്കിലും പോവാതെ. ചേട്ടാ, ഇത് വലിയ കഷ്ടമായല്ലോ. എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിലുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ വൈകുന്നേരം ഒന്ന് കാറ്റ് കൊള്ളാൻ പുറത്തിറങ്ങാന്ന് വെച്ചാ എവിടെ പോയി ഇത് എത്ര പേരോട് സമാനം പറയണത്? അല്ല, എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുക. പിന്നെ എന്തുകൊണ്ട് തേങ്ങക്കാടി എന്നെ വീട്ടിനകത്ത് കുഴിച്ചു മൂടിയേക്കണേ? ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ.
ഫിലിപ്പോസ് പറഞ്ഞനുസരിച്ച് 1 ലക്ഷമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാണ്. അപ്പൊ കളി അങ്ങ് ഡൽഹി കളിക്കണം. വിനാശ് സാർ അവിടെ ഉണ്ട്. എന്നാലും പണം കൊണ്ടൊരു പ്ലേ ഉണ്ടല്ലോ. ഇച്ചൻ വാ. എനിക്ക് വിനാശ് സാറിനും 5 രൂപ പോലും വേണ്ട. കൊടുക്കേണ്ടടുത്ത് കൊടുത്താ ബാക്കി മുഴുവൻ പാർട്ടി ഫണ്ടിലേക്കാണ് പോകുന്നത്. ആ ഞായറാഴ്ച ഞാൻ ഡൽഹിക്ക് പോകും. വന്നിട്ട് കാണാം. ഓ, മദ്രാസിലായിരിക്കും അപ്പോയിന്റ്മെന്റ്. ക്വാർട്ടേഴ്സിനും മറ്റു കാര്യങ്ങൾക്കും അല്പ താമസം നേരിടും. അത് സാരമില്ല, അവൻ തനിച്ചേ ഉള്ളൂ, മോളെ കൂടെ അയക്കുന്നില്ല. കേരളത്തിലും അടുത്തൊരു യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. അപ്പോ മരുമകനെ നമുക്ക് ഇങ്ങോട്ട് ചാടിക്കാം. വേണ്ട, അവിടെ തന്നെ കിടന്നോട്ടെ. ഇത്തിരി വടക്കോട്ടായാലും കുഴപ്പമില്ല. എന്നെ ആയാലും വേഗം ശരിയാക്കി തരണം. പിന്നെ തിടീന്ന് കാര്യങ്ങൾ നീങ്ങല്ലേ. പയ്യനോട് റെഡി ആയിരിക്കാൻ പറ. ജോലിക്ക് പോണെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞത് എന്ത് അവിവേകമായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആ എന്റെ അപ്പച്ചൻ നിന്ന വാക്ക് ഞാനായിട്ട് തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ. എന്നോട് പറഞ്ഞ വാക്കല്ലേ, അത് സാരമില്ല. രൂപ കൊടുത്ത് ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ശരിയാവില്ല. ഏത്? ഇവിടെ എല്ലാരെയും വിഷമിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് അപ്പച്ചനെയൊക്കെ വിട്ടുപിരിഞ്ഞ് ഞാൻ ആലീസിനെ കൊണ്ടൊക്കെ പോവാന്ന് പറഞ്ഞ ശരിയല്ലത്. ആലീസിനെ ഇപ്പൊ കൊണ്ടുപോകണ്ടെന്ന് വെക്കണം. വല്യപ്പോ ആ പൂതി അങ്ങ് മാറ്റി വെച്ചേക്ക്. എന്താ? അല്ല, വേറൊരു പ്രശ്നമുണ്ട് അപ്പച്ച. എന്ത് പ്രശ്നം? ഈടെയായി മിക്കവാറും ദിവസങ്ങളിൽ സ്വപ്നത്തിൽ ഒരു പുണ്യാളം വന്ന് എന്നോട് പറയാറുണ്ട്, നീ ഇവിടെ വിട്ട് പോരുത്, നിനക്കിനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ടെന്ന്. അതൊക്കെ വെറും തോന്നലാ. ഏതോ വേക്കനാവ് കണ്ടെന്നും പറഞ്ഞു. അയ്യോ അല്ല അപ്പച്ച, ഒരു സത്യക്രിസ്ത്യാനിയായി ഞാൻ പുണ്യാളം പറയുന്നത് കേൾക്കാതെ മദ്രാസിൽ പോയാ ചിലപ്പോ എന്റെ ജീവൻ വരെ അപകടത്തിലായി വരും. ഒരാപത്ത് വരുമെന്ന് അറിഞ്ഞിട്ടും എന്തിനാ അപ്പച്ച ജോലി കഴിക്കുന്നത്? ആപത്ത് എന്റെ അമ്മയുടെ അവനോടെ നിന്നാൽ ആപത്ത്. രൂപ 1 ലക്ഷം കയ്യിൽ നിന്ന് പോയത് അറിയാവോ? പോയനോ ഇന്ന് എടുത്തു വെച്ച് ഉടുത്തെന്ന് പറഞ്ഞോലായി. അച്ചായൻ കഴിച്ചാട്ടെ, അവിടെ ആർക്കും അസുഖമൊന്നുമില്ലല്ലോ. ഇവളുടെ കാര്യം നേരെ ചൊവ്വേ നടന്നു കിട്ടുന്നത് വരെയുള്ള ആദ്യം തന്നെ, അല്ലാതെ ഒന്നുമില്ല. നീ എന്നാടി വിരുന്ന് കയറിയ പോലെ അകത്തോട്ട് വാ. എന്താ? വത്സമ്മയുടെ കല്യാണ തീയതി നിശ്ചയിച്ചിരിക്കുക. എന്റെ സ്ഥിതിയൊക്കെ ഇട്ടിച്ചൻ അറിയാലോ. പുറത്തൊരാളുടെ മുമ്പിൽ കൈനീട്ടാൻ മനസ്സ് അനുവദിക്കുന്നില്ല. വളച്ചു കെട്ടി ബുദ്ധിമുട്ടിക്കണമെന്നില്ല. എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് കിട്ടത്തില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ക്രിസ്തു ഒന്നും അല്ല ഇട്ടിയ. രക്തബന്ധം മറന്ന് നീ അങ്ങനെയൊന്നും പറയല്ലേ ഇട്ടി. എന്നാ രക്തബന്ധം? എനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല. കൈ കാശില്ല, കെട്ടി ചായക്കണ്ടെന്ന് വെക്കണം. വല്ല വടത്തിലും പറഞ്ഞയക്ക്. മോനെ, അമ്മച്ചി ഒരു കാര്യം പറയട്ടെ. എന്താ മച്ചി? ദേ, ഇത് ഇച്ചിരി പഴയ സ്വർണമാ. നീ ഇത് ടൗണിൽ എവിടെങ്കിലും കൊണ്ടുപോയി വിറ്റിട്ട് ഉള്ള കാശ് വാങ്ങിച്ചോണ്ടെത്താ മോനെ. ഇവിടുത്തെ അപ്പച്ചൻ അറിഞ്ഞ എന്നെ കൊല്ലും. ഇതെന്താണ് അമ്മച്ചി? ഇത് വിറ്റിട്ട് ഇത്ര അത്യാവശ്യം എന്താ? അതെ, നേരത്തെ ഇവിടെ വന്നേച്ചും പോയതാ കുന്നേലെ ചാക്കോച്ചനും മോളുവാ. ആ കൊച്ചിന്റെ കല്യാണമാ. പറഞ്ഞു വരുമ്പോ ഇവിടുത്തെ അപ്പച്ചന്റെ അടുത്ത ഒരു ബന്ധുവാ. അവർക്ക് എന്തെങ്കിലും കൊടുത്തു പോയെന്ന് വെച്ച് ഇവിടെ ആരും മുടിഞ്ഞു പോത്തൊന്നുമില്ല. കൊടുക്കുകയല്ല, അങ്ങനത്തെ അല്ലേ മനസ്സ്. ആ കൊച്ചാണെങ്കി ഇവിടെ കുറേ നാള് നിന്നതാ. ഞാൻ നോക്കിയിട്ട് ഇത് ഒരു വഴിയേ കാണുന്നുള്ളൂ. നീ ഒന്ന് എളുപ്പം പോയച്ചുമാ മോനെ. ഇതിരിക്കട്ടെ അമ്മച്ചി, കല്യാണത്തിന് ഇനിയും ദിവസം ഉണ്ടല്ലോ. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വഴി കാണും. ഇറങ്ങണം, വേഗം വരണം. മിസ്റ്റർ റിട്ടിയച്ചനല്ലേ? അതെ, ഞാനാ. ആരാ? ഞങ്ങൾ ഇൻകം ടാക്സിനാണ്. നമ്മുടെ ജോലി എന്താണ്? ജോലി ഇതൊക്കെ തന്നെ. എന്ത്, ബാർബർ ഷാപ്പോ? അല്ല, ഈ കൃഷി. എന്താ? റബ്ബർ കൃഷി. അങ്ങനെ പറ. നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകം ടാക്സ് കൊടുക്കാറുണ്ടോ? ടാക്സ് കൊടുക്കാൻ വേണ്ടിയുള്ള വരുമാനമൊന്നും ഇല്ല. ഈയിടെ നിങ്ങൾ 2 സഹോദരിമാരുടെ ഷെയർ വാങ്ങിയില്ലായിരുന്നു? റൊക്കം പണം കൊടുത്ത്. അതെ. അതിനുള്ള സോഴ്സ് എന്താണ്? ഞങ്ങൾക്ക് ഈ വീടും സെർച്ച് ചെയ്യണം. മനസ്സിലായില്ല സാറേ. പോലീസ് പാർട്ടി ഈസ് ഹിയർ. കം ഓൺ, സെർച്ച് ഇറ്റ് ഓൾ തിങ്സ് ഫാസ്റ്റ്. ബ്ലഡി നോൺസെൻസ് സ്റ്റുപ്പിഡ്. ഇല്ലേ, നിങ്ങൾ എന്നാ കാണിക്കാൻ പോവാ? അതൊക്കെ കാണിച്ചു തരാം. നിങ്ങളുടെ അക്കൗണ്ട് ബുക്സ് എല്ലാം എടുത്തേ.
നിങ്ങൾക്ക് ആരും വെളിയെ പോകാൻ പാടില്ല. സ്റ്റോപ്പ് ദി കിച്ചൺ വർക്ക്സ്. മാറണം 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 മാറണം. Come on. Upstairs is here. Come on, come on. Come on, come on, come on. നിങ്ങളുടെ ലെറ്റർ ഒക്കെ എവിടെ വെച്ചിട്ടുള്ളത് കാണിച്ചു തരണം. വേഗം വരണം. പറയട്ടെ. എന്താ എന്താ പ്രശ്നം? ഇൻകം ടാക്സ് സെർച്ച് അറിയോ? നിങ്ങളാരാ? ഓഹോ, ഇൻകം ടാക്സ് സെർച്ച് പറഞ്ഞ വീട്ടിൽ കയറി എന്ത് തോന്നിയ ദിവസം കാണിക്കുന്ന സെർച്ച് പറഞ്ഞുണ്ടോ? അതെ, ഈ പറഞ്ഞൊന്നുമില്ല ഇതിനകത്ത് വന്ന് കയറാൻ. തറവാട്ട് വകയാ? Shut up your bloody mouth. Shut up your bloody mouth. What bloody nonsense you are talking, man? എന്നാ അയാൾ പറയുന്നത്? I say who are you? I am George Uti, son-in-law. കൊടുക്കണം. Come on. അയ്യോ, വാറണ്ട് അടപ്പച്ച. അവരകത്ത് കയറ്റി ആ പ്രശ്നവും. താക്കോൽ എവിടെ? Who is the key? അയ്യോ, താക്കോൽ താക്കോൽ എടുക്ക്. വേഗം കുരിശ് വരച്ചിട്ട് ഒരു കാര്യമില്ല. താക്കോൽ കൊണ്ടുവാ. അതാ വന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. അയ്യോ സാറേ, ഇത് കള്ളപ്പണമല്ല. പിന്നെ? അത്യധ്വാനം ചെയ്തിട്ട് പിന്നെ. We want source of income. എന്നാ? സാർ പ്ലീസ് കുഴപ്പത്തിലാക്കരുത്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിന് ഒഴിവാക്കി തരണം. എന്താ വേണമെന്ന് വെച്ചാൽ ചെയ്യാം. എങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ. നിങ്ങൾ എന്തിനാ അവിടെ നോക്കിയിരിക്കുന്നത്? പോണം പോണം പോണം. അവർക്ക് എന്തെങ്കിലും കൊടുക്കണം. എന്തെങ്കിലും ആക്കണ്ട. 500 രൂപ കൊടുത്തേക്കാം. പിന്നെ ഊണ് കഴിഞ്ഞിട്ട് കൊടുത്തു വിട്ടേക്കാം. ഊണും കാപ്പിയും കഴിക്കാൻ ബന്ധു വീട്ടിൽ നിന്ന് വന്നവരാണല്ലോ. 500 രൂപ കൊടുത്താലേ മോന്തയ്ക്ക് വലിച്ചെറിയും. പിന്നെ എന്നാ വേണമെന്ന്? 1000 മതിയാവോ? 25,000 രൂപ എണ്ണി കൈ കൊടുത്തില്ലെങ്കിലേ ഇനിയുള്ള കാലം അഴി എണ്ണി ഈച്ചയും പിടിച്ച് അകത്ത് സുഖമായിട്ട് കഴിയാം. എന്താ വേണമെന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കുന്നത്. ഈ ജോർജ് കുട്ടി എവിടെ പോയി കിടക്കണാവോ? എത്ര നേരമായി കാത്തിരിക്കുന്നു. ഈ ചാങ്കുളത്ത് അമ്പലത്തിൽ നാടകത്തിന് പോകണ്ടല്ലേ? സോറി. ഫസ്റ്റ് പാർട്ടി. എടാ നീ എവിടെയായിരുന്നു ഇതുവരെ? കാശ് പിടിച്ചോ. ഇനിയെങ്കിലും ആ പെണ്ണിന്റെ കല്യാണം നടക്കുമല്ലോ. നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ സ്വപ്നം സ്വന്തമാവുക. ശരി ശരി. അപ്പോഴേ താഴത്തെ അമ്പലത്തിൽ 8:30 മണിക്ക് നാടകവാ. പച്ചണി വേഗം. താങ്ക് യു. വണ്ടി വിടാ വണ്ടി വിടാ. നേരം പോയി. ഞാനാണോടാ പൈലി നീ പറയുന്നത്? അതേ മുതലാളി, ഞാൻ പറയുന്നത് സത്യമാണ്. ജോർജ് കുട്ടിയുടെ തലേ അതിന്റെ പിന്നിൽ. അല്ലാതെ വേറെ ആർക്കും അത്ര ധൈര്യം വരില്ല. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ ആയല്ലോടാ. കെട്ടിയെടുക്കാൻ തുടങ്ങിയപ്പോ അന്നങ്ങ് സമ്മതിച്ചാ മതിയായിരുന്നു. കയ്യോ കാലോ തല്ലി ഒടിച്ച് പെരക്കകത്ത് കെട്ടിയിടുക വേണ്ടത്. മുതലാളി ഒരു വാക്ക് പറഞ്ഞാൽ മതി, എല്ലാത്തിനും കൂടി ചേർത്തും കൊടുത്തേക്കാം. ഇനി അതേ മാർഗമുള്ളൂ. ഒരര മണിക്കൂറിന് അവരിങ്ങെത്തും. ആര്? ഒന്നുകിൽ വിൽക്കുക അല്ലെങ്കിൽ സംസാരിക്കാം. എന്താ? അതെ, കുറച്ച് കാശ് എന്നാ ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കുമെങ്കിൽ കാശ് തരാം. അല്ല, ഒരു ഒത്തീർപ്പല്ലേ നല്ലത്. അതെ, പിന്നെ ഇത് ശരിയല്ല. അടി ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ സംസ്കാരത്തോടെ പെരുമാറണം. ഇതൊക്കെ എന്താ കണ്ടില്ലേ? അവന്റെ വായിൽ നിന്ന് തന്നെ വരട്ടെ.
ഇതൊക്കെ ഒരു മോശമുണ്ട്. തൂമ്പെടുക്കട. എവിടെയാടാ? അറിയില്ല സാർ. നിനക്കറിയില്ല അല്ലേ? ഇവിടെ എന്താടാ? പശുവിനെ കുഴിച്ചിട്ടാ സാറേ. പശു? അപ്പൊ തേക്കും തടി ഇവിടെ ഇല്ല അല്ലേ? ഇവിടെ ഒന്ന് മാന്തിക്കടാ. മാന്തടാ. എന്താടാ ഇത്? നടക്ക. നിങ്ങളൊക്കെ എവിടെ നടക്കടാ. നടക്കടാ. എന്നാണെന്ന് നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. ഒന്ന് സ്റ്റേഷനിലോട്ട് വരണം. എന്തിന്? നിങ്ങളുടെ വസ്തു എന്നാ കള്ളത്തടി പിടിച്ചിട്ട് നല്ല ഒന്നാം തരം തേക്കും തടി. ഓഹോ, നമ്മളാരാ മനസ്സിലായില്ലോ. വേഷം കണ്ട അറിയില്ലേ? വേഷം കണ്ട അറിയാം, വേഷം കെട്ട് കണ്ടാലും അറിയാം. ഇതുപോലെ മുമ്പേ ഇൻകം ടാക്സുകാർ കുറച്ച് പേരുടെ അടുത്ത് വന്നതാ. ഞങ്ങളിപ്പോ എന്താ വേണ്ടത്? ഈ എസ്റ്റേറ്റിന്റെ ഗേറ്റിന് പുറത്ത് പോകണം. ഇതിനകത്ത് കയറി വന്ന് ഇട്ടിയെ കലപിടിപ്പിക്കരുത്, മനസ്സിലായോ? ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടേ പോകാൻ പറ്റും. ഇല്ലേ? ഞാൻ പഠിപ്പിച്ചേരാം. പോലീസിൽ ചേരണല്ലേ? പോലീസിൽ ചേരണ്ട. പുതിയ HCA ചീരം കണ്ടെത്തി ഇട്ടിച്ചും പിടിച്ച് അടിക്കുന്നു സാർ. എന്താ പ്രശ്നം? കള്ളത്തടി കടത്തിയതും പോരാ, അത് ചോദിക്കാൻ ചെന്ന പോലീസുകാരനെ ഇയാൾ തല്ലുകയും ചെയ്തിരിക്കുന്നു. ഒരു മിനിറ്റ്. ഇതിപ്പോ എങ്ങനെയാ? ഒരു ഇഷ്യൂ ആയ സ്ഥിതിക്ക് പുള്ളിയുടെ പേരിൽ എന്തെങ്കിലും കേസ് വേണമെങ്കിൽ ചാർജ് ചെയ്യാം, ഇല്ലാതെ ഒപ്പിക്കാം. ഇയാളുടെ ഗുണ്ടവരുത്തം കൂടെ ഉണ്ടല്ലോ, അവനകത്തിട്ടാലും മതി. അത് മതി. എനിക്കിപ്പോ ആവശ്യം അവനെ നോക്കല. അതിനുള്ള വകുപ്പ് ഞാൻ പറഞ്ഞുതരാം. നാളെ നമ്മൾ ഫോറസ്റ്റുകാർക്ക് കേസ് കൈമാറുന്നുള്ളൂ. മൂപ്പലാനെ നിനക്കിന്ന് കൊണ്ടുപോകണോ? അല്ലെങ്കിൽ 2 ദിവസം അകത്ത് കിടക്കട്ടെ, ഒരു മയം വരട്ടെന്ന്. വേണ്ട സാർ, ഇത് മതി. ഇവിടെ വാ. തനിക്കെന്റെ ബാപ്പാടെ പ്രായമുണ്ട്. അങ്ങനെയുള്ള ആളുകളെ ഞാൻ തല്ലാത്തതാണ്. തന്നോട് അതല്ല വേണ്ടത്. പിന്നെ ജോർജ് കുട്ടിയുടെ അമ്മായിയപ്പനായത് തന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നസ്രാണി, താൻ എന്റെ ഇടി കൊണ്ട് സ്വർഗം കണ്ടേനെ. ഇടോ, തനിക്കില്ലെങ്കിലും ജോർജ് കുട്ടിക്ക് നാട്ടിൽ നിലയും വിലയൊക്കെ ഉണ്ട്. അത് കളയരുത്. നടക്ക്, അവനെ കൊണ്ടുപോടോ. ജോർജ് കുട്ടി, നീ കൂടെ സ്റ്റേഷനിലേക്ക് പോ.